ഹായ് എവറി വൺ. അപ്പോൾ ഇന്നു മുതൽ നമ്മുടെ റിയാക്ട് ജെഎസിൻ്റെ ട്യൂട്ടോറിയൽ തുടങ്ങാൻ പോവുകയാണ്. കുറച്ച് നാളായി നമ്മുടെ ഒരു 3 months 4 months അടുത്തോളം നമ്മൾ എന്തായി ഈ പറഞ്ഞ പോലെ ജാവാസ്ക്രിപ്റ്റ് എടുത്തതിന് ശേഷം കുറേ ഗ്യാപ്പ് വന്നു. ഗ്യാപ്പ് വരാനുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു നമുക്ക്. അതായത് നമുക്ക് സ്റ്റുഡിയോൻ്റെ ആവട്ടെ, പിന്നെ അതല്ലാത്ത കുറച്ച് ഇഷ്യൂസും, പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുറച്ച് ഇടയ്ക്കായിട്ട് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ റിയാക്ട് ജെഎസിൻ്റെ വീഡിയോ നമുക്ക് തരാൻ പറ്റാത്തതും. അതുപോലെ തന്നെ പല ആൾക്കാരും ഒന്നാമത് ഞാൻ ഇത്രയും പെട്ടെന്ന് തുടങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ട് തന്നെ ഇല്ല. കാരണം നമ്മുടെ ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 3 മാസത്തോളമായി. അപ്പോൾ ഈ 3 മാസത്തോളം ആയപ്പോൾ ഞാൻ ചിന്തിച്ചില്ല ഈ 3 മാസം കഴിഞ്ഞ ഉടനെ നമുക്ക് തുടങ്ങാൻ പറ്റും എന്ന് എനിക്ക് തോന്നിയിട്ട് തന്നെ ഇല്ല. പക്ഷേ നമ്മൾ തുടങ്ങാനുള്ള കാരണം നിങ്ങളാണ്. കാരണം വെച്ചാൽ പല കമൻസും ഈ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പല കമൻസും എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. റിയാക്റ്റിൻ്റെ വീഡിയോ വേണം, ജാവാസ്ക്രിപ്റ്റിൻ്റെ വീഡിയോ അടിപൊളിയാണ്, ഞങ്ങൾക്ക് എന്ത് വേണം, റിയാക്ട് ജെഎസിൻ്റെ വീഡിയോ എന്തായാലും വേണം. 1-2 പേരെന്നല്ല, കുറേ ആൾക്കാർ കമൻസിലൂടെയും അതുപോലെ ഇൻസ്റ്റാഗ്രാം പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പല ആൾക്കാരും നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഒറ്റ മോട്ടിവേഷൻ കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇന്ന് ഈ റിയാക്റ്റിൻ്റെ വീഡിയോ ഇവിടെ തുടങ്ങാൻ കാരണം തന്നെ. അപ്പോൾ ഞാൻ പറയാനുള്ളത് ഈ റിയാക്റ്റിൻ്റെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ നല്ലോണം സപ്പോർട്ട് ചെയ്യുക, പല ആൾക്കാർക്കും ഷെയർ ചെയ്യുക, ഇതുപോലുള്ള കമൻസ് ഇടുക, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അങ്ങനെ നമുക്ക് എന്താ വെച്ചാൽ ഒരു മോട്ടിവേഷനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നല്ല നല്ല വീഡിയോസും ഇപ്പോൾ നമ്മൾ ഈ റിയാക്ട് ജെഎസിൽ മാത്രമല്ല, ഇപ്പോൾ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ വീഡിയോ എടുക്കുന്നു. അതായത് ഈ റിയാക്ട് കഴിഞ്ഞ ഉടനെ നോട്ട് ജെഎസ്, എക്സ്പ്രസ് ജെഎസ്, പിന്നെ ഇതൊക്കെ കൂടിയിട്ടൊരു മാസ്റ്റർ പ്രോജക്റ്റ് നമ്മൾ ചെയ്യും. ഓക്കെ, ഒരു ബൂട്ട് ക്യാമ്പൊക്കെ റെഡിയാക്കും. അതൊക്കെ ഉണ്ട്, ഓരോ കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മോട്ടിവേഷനാണ് നമുക്ക് വേണ്ടത്. കാരണം നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നുള്ളത് നിങ്ങളെ നമ്മൾ അറിയിച്ചാൽ മാത്രമേ അറിയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഷെയർ ചെയ്യുക, നല്ല രീതിയിൽ എത്രയും പറ്റ ആൾക്കാർക്ക് എന്ത് ചെയ്യുക, എത്തിച്ചു കൊടുക്കുക, അവരെ എന്ത് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ റിയാക്റ്റിനെ കുറിച്ചാണ്. കാരണം കുറേ സ്റ്റോറീസ് പറഞ്ഞ് നിങ്ങളും മടുപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നേരിട്ട് നമ്മുടെ റിയാക്ട് ജെഎസിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് എന്ത് ചെയ്യാൻ കിടക്കാം. ഓക്കെ, ഇനി എന്താ വെച്ചാൽ നമ്മുടെ സ്ട്രക്ചറാണ്, എങ്ങനെയാണ് നമ്മൾ റിയാക്ട് ജെഎസ് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ഓൾറെഡി അറിയാം, നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട് പ്രോപ്പറായി. ജാവാസ്ക്രിപ്റ്റ് ശരിക്കും ഒരു ട്യൂട്ടോറിയൽ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ, അതായത് ഈ റിയാക്ട് വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യും, ഓരോ ജാവാസ്ക്രിപ്റ്റിൻ്റെ നല്ല നല്ല ഒരു കോൺസെപ്റ്റ് നമ്മൾ ഇനിയും പെൻഡിങ് വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുറേ കൺസെപ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പെൻഡിങ് വരുത്തിയിട്ടുണ്ട്. നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾക്ക് തരും. നല്ല നല്ല കോൺസെപ്റ്റ്സാണ്. അതായത് നമ്മൾ റിയാക്ട് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തായാലും മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അതൊന്നും നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളെ പണി. ഓക്കെ, വാച്ച് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതായത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇപ്പോൾ, അതായത് റിയാക്ട് എന്നല്ല, ഏത് കാര്യം എന്തിനു വേണ്ടിയാണ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ലേണിംഗ് പ്രോസസ്സ് നമുക്ക് എളുപ്പമാവും എന്നുള്ളതാണ് മെയിൻ പർപ്പസ്. ഓക്കെ, അപ്പോൾ റിയാക്ട് എന്തിനാണ്, അതാണ് ഇന്നത്തെ ചോദ്യം. ഓക്കെ, അതിനു മുമ്പ് എന്താണ് റിയാക്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് ഉണ്ടല്ലോ, ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ലൈബ്രറിയാണ് ഈ പറഞ്ഞ റിയാക്ട്. അപ്പോൾ ലൈബ്രറി എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ടാവും. ഓക്കെ, ഡോണ്ട് വറി, നമ്മൾ ലൈബ്രറി എന്താണെന്ന് കൂടി ഞങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിപ്പിച്ച് തരാം. ഓക്കെ, ഈ ലൈബ്രറി അറിയുന്ന തൊട്ട് മുമ്പ് നമുക്ക് ആദ്യം അറിയേണ്ടത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫയൽസ്, ഫങ്ഷൻസ്. ഓക്കെ, ഈ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ നോർമലി നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്ന ടൈമിൽ ഓരോ ഫങ്ഷൻ, നമ്മളിപ്പോൾ സം എഴുതാൻ വേണ്ടി ഒരു ഫയൽ ഉണ്ടാക്കി, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫങ്ഷൻ എഴുതാൻ വേണ്ടി ഒരു ഫയൽ ഉണ്ടാക്കി, അങ്ങനെ ഓരോ ടോപ്പിക്കിന് വേണ്ടി ഓരോ ഫയൽ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും, ഫങ്ഷൻ എഴുതിയത്. ഓക്കെ, ഈ ഫങ്ഷൻ മൾട്ടിപ്പിൾ ഫങ്ഷൻസിനെ ഒരുമിച്ച് കൂട്ടുമ്പോഴാണ് മൊഡ്യൂൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. മൊഡ്യൂളിനെ കുറിച്ചൊക്കെ കൂടുതലായി പറയാനുണ്ട്, പക്ഷേ ബിഗിനർ ആയതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണ്. ഈ ഫയൽസിനെയാണ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ഫയലിനെയാണ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ മൊഡ്യൂൾസ്, ഇനി മൾട്ടിപ്പിൾ മൊഡ്യൂൾസ് ഉണ്ടാവും, ഓരോ പർപ്പസിന് വേണ്ടി എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു 2+2 എന്തെങ്കിലും സം ചെയ്യണം. അതിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും, ഒരു ഫയൽ ഉണ്ടാക്കും, ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കും. ആ ഫംഗ്ഷൻ എന്ത് ചെയ്യും, ഒരു ഫയൽ ഡിഫൈൻ ചെയ്യും. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ അത് റൺ ചെയ്യും. ആ ഫംഗ്ഷൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ബ്രൗസറിൽ കൺസോൾ കൊടുത്തു കഴിഞ്ഞാൽ കാണുന്നതാണ്. ഓക്കെ, അത് നമ്മൾ ചെയ്തതാണ്.
ഓൾറെഡി ചെയ്തത്. ഇപ്പോൾ ഇതൊരു പർപ്പസ് എന്ന് വെച്ചാൽ ഈ ഒരു ഫയലിൻ്റെ പർപ്പസ് സമ്മ് കാണുക, അതായത് രണ്ട് തമ്മിൽ വ്യത്യാസമുള്ള 2 ഡിജിറ്റിൻ്റെ സമ്മ് കാണുക എന്നുള്ളതാണ് നമ്മൾ ആവശ്യം. അപ്പോൾ ആവശ്യം വന്നപ്പോഴാണ് നമ്മൾ ആ ഫയൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു മൊഡ്യൂളാണ്. ഇപ്പോൾ ഇങ്ങനെ ഇതുപോലെയുള്ള മൾട്ടിപ്പിൾ പർപ്പസിനുള്ള ഒരു മൾട്ടിപ്പിൾ മൊഡ്യൂൾ കൂടിയ ഒരു സംഭവത്തിനാണ് ലൈബ്രറി എന്ന് പറയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് വഴി നമ്മളടുത്ത് ചോദിക്കുക. കമൻറ്റ് വഴി നിങ്ങൾക്ക് ചോദിച്ച് റിപ്ലൈ കിട്ടും. അതല്ലാതെ നമ്മളൊരു പ്ലാറ്റ്ഫോം കൂടി, അതായത് ടെലിഗ്രാം നോർമലി നമ്മൾ ഉപയോഗിക്കുന്നതാണ്, ജാവാസ്ക്രിപ്റ്റിലും അതുപോലെ തന്നെ HTML CSS ഒക്കെ കൊടുത്ത പോലെ തന്നെ ഒരു സപ്പോർട്ടാണ് ടെലിഗ്രാമിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടെലിഗ്രാം വഴി നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് ആയിട്ടോ അല്ല ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പറഞ്ഞ സപ്പോർട്ട് നമ്മൾ ഈ വീഡിയോ കഴിയുന്നത് വരെ മാത്രമേ ആയിരിക്കുള്ളൂ സപ്പോർട്ട് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള ട്യൂട്ടോറിയലിൻ്റെ ഗ്രൂപ്പിൽ വന്ന് ഇപ്പോഴും സംശയം ചോദിക്കുന്നുണ്ട്. നമുക്ക് പറ്റാവുന്നിടത്തോളം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇനി ഈ വീഡിയോസ് കഴിയുന്നത് വരെ മാത്രം നമുക്ക് ഈ റിയാക്ട് തരാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ആൾക്കാർക്ക്, അതായത് അതിലും മൾട്ടിപ്പിൾ ഡെവലപ്പേഴ്സ് ഉണ്ട്. ആ ഡെവലപ്പേഴ്സിനൊക്കെ വേറെ വേറെ പണികളുണ്ട്. അവരും ജോബിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ അവർക്കും കുറേ പണികളുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി മാറ്റി നിർത്തുന്ന കുറച്ച് ഗ്രൂപ്പ്സാണ്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആ ബോക്സിൽ നമ്മളെ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഗ്രൂപ്പിൽ ആഡ് ആവും. ഓക്കെ, അത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് പറഞ്ഞു, റിയാക്ട് എന്നുള്ളത് പറഞ്ഞു. റിയാക്ട് എന്നുള്ളത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ലൈബ്രറിയാണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈബ്രറി എന്താണെന്നുള്ളത് പ്രോപ്പറായി മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ജസ്റ്റ് നിങ്ങളിപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത് അത് മനസ്സിലാക്കി വെച്ചാൽ മതി. കാരണം എന്താ വെച്ചാൽ മുന്നോട്ട് പോകുമ്പോൾ ഒന്നും കൂടി നമ്മൾ പഠിക്കും. ഓക്കെ, ഇനി ജാവാസ്ക്രിപ്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇത് ആരാണ് ക്രിയേറ്റ് ചെയ്തത് ജോർദാൻ വാൾക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്കിൻ്റെ ഡെവലപ്പറാണ്. ഓക്കെ, ആദ്യം ഫേസ്ബുക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ജോർദാൻ വാൾക്കർ എന്നുള്ള ആളാണ് ഈ റിയാക്ട് ജേസ് ഉണ്ടാക്കിയത്. പിന്നെ എന്തിനാണ് ഉണ്ടാക്കിയതും കൂടി പറയാം. ആൾക്കൊരു പേർപ്പസ് ഉണ്ട്, അതിന് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കിയത്. അതായത് ആദ്യം ഉണ്ടാക്കിയത് എന്തിനാണെന്ന് വെച്ചാൽ ഫേസ്ബുക്കിന് വേണ്ടി മാത്രം. ഇത് ഓപ്പൺ സോഴ്സ് ആയിരുന്നില്ല. റിയാക്ട് ജേസ് ഉണ്ടാക്കുന്ന ടൈമിൽ അത് ഓപ്പൺ സോഴ്സ് ആയിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ റിയാക്ട് എന്നുള്ളത് ഫേസ്ബുക്കിൻ്റെ ഒരു ഫീച്ചറിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഭവം. അതായത് ഡെവലപ്പേഴ്സിനും അതുപോലെ യൂസേഴ്സ് എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു ലൈബ്രറിയാണ് റിയാക്ട് ജേസ്. അവരങ്ങനെ കണ്ടിട്ടുള്ളൂ. പിന്നീട് ഈ ഡെവലപ്പേഴ്സിൻ്റെ ഇടയിൽ തന്നെ, അതായത് ഫേസ്ബുക്കിലുള്ള ഡെവലപ്പേഴ്സും ഫേസ്ബുക്കിൻ്റെ ടീംസിൻ്റെ ഇടയിൽ തന്നെ നല്ല രീതിയിൽ പോപ്പുലറായി, നല്ല രീതിയിൽ ഇഷ്ടമായി അവർക്ക്. അപ്പോൾ അങ്ങനെ വെക്കുമ്പോഴാണ് അവർ ചിന്തിച്ചത് ഇത് ചെയ്യാം, ഓപ്പൺ സോഴ്സ് ആക്കി മാറ്റാം. അപ്പോൾ മൾട്ടിപ്പിൾ ഡെവലപ്പേഴ്സിന് ഉപകാരപ്പെടും എന്നുള്ള രീതിയിൽ വന്നപ്പോഴാണ് ഇതിനെ ഓപ്പൺ സോഴ്സ് ആക്കിയത്. ഓക്കെ, അപ്പോൾ 2010 മുമ്പൊക്കെ ഈ പറഞ്ഞ റിയാക്ട് ജേസ് ഒന്നും ഇല്ല. അപ്പോൾ ഇവർ ഉപയോഗിച്ചിരുന്നതാണ് ഈ പറഞ്ഞ പോലെ HTML-ഉം CSS-ഉം. ഓക്കെ, അപ്പോൾ നമ്മൾ ചിന്തിക്കും HTML CSS ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് റിയാക്ട് ജേസ്? എന്തിനാണ് ജോർദാൻ വാൾക്കർ റിയാക്ട് ജേസ് ക്രിയേറ്റ് ചെയ്തത്? ഈ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റോറി തന്നെയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാം ഡോം എന്ന് വെച്ചാൽ നമുക്ക് ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റ് മോഡൽ, നമ്മൾ ഈ ഡോമൊക്കെ മാനിപ്പുലേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ HTML CSS-ൻ്റെ. പിന്നെ അതല്ലാത്ത ജാവാസ്ക്രിപ്റ്റിൻ്റെ തുടക്കത്തിലെ വീഡിയോസിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡോം മാനിപ്പുലേറ്റ് ചെയ്യുക, അതായത് ഡോം എന്ന് വെച്ചാൽ ജസ്റ്റ് ഇപ്പോൾ ഇത്ര മനസ്സിലാക്കുക. നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഇപ്പോൾ ഒരു ബ്രീഫായി ഒരു ഇൻട്രോ തരാം. അതായത് നമുക്കൊരു HTML ഉണ്ടാവും. മെയിനായിട്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റും HTML ഒരു എലമെൻറ്റ്സ് കാണാമല്ലോ. അതായത് HTML-ൻ്റെ ഉള്ളിലാണ് ബോഡീൻ്റെ ഉള്ളിലാണ് ഹെഡറിൻ്റെ ഉള്ളിലാണ് പിന്നെ ഈ ബോഡി, അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ ഈ സ്ട്രക്ചർ വെച്ചാൽ ആദ്യം HTML ഉണ്ടാവും. ഇതൊരു ട്രീ ആണ്. ഡോം നോക്കുമ്പോൾ ഒരു ട്രീ ആണ്. ഓക്കെ, ഡോം ട്രീ നോക്കി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡോമിൽ ആദ്യം ഉണ്ടാവും HTML താഴത്ത് നമുക്ക് ഹെഡിങ് കാണാം. ഹെഡിങ്ങിന് ശേഷം പിന്നെ ഹെഡർ, നാവ് ബാർ, പിന്നെ അതുപോലെ ബോഡീൻ്റെ ഇടയിൽ പിന്നെ ഓർഡർ ലിസ്റ്റ്, അൺഓർഡർ ലിസ്റ്റ്, അങ്ങനെ മൾട്ടിപ്പിൾ സെക്ഷൻസ് ഇങ്ങനെ പോവും. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ഒരു ഡോം നമുക്ക് ചേഞ്ച് ചെയ്യണം. ഒരു ഡോമിൻ്റെ ഡാറ്റ നമുക്ക് ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ അൺഓർഡർ ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ലിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ടേബിളിൻ്റെ ഒരു ഡാറ്റ നമുക്ക് ചേഞ്ച് ചെയ്യണം.
ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ കോഡ് ഉപയോഗിക്കണം. അതായത് ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ പോലെ ഗെറ്റ് എലമെൻറ്റ് ബൈ ID, അതുപോലെ തന്നെ ഗെറ്റ് എലമെൻറ്റ് ബൈ ക്ലാസ്, ക്വയറി നെയിം എന്നൊക്കെ പറഞ്ഞിട്ട് മൾട്ടിപ്പിൾ ഡോം മാനിപ്പുലേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മുന്നേ ചെയ്തിട്ടുണ്ട്. അതൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇതെന്ന് വെച്ചാൽ വളരെ കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് മാത്രമല്ല, ഹാൻഡിൽ ചെയ്യലും കോംപ്ലക്സ് ആണ്. അതായത് ഒരു ഡോം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻറ്റയർ ആപ്ലിക്കേഷൻസ്, നമ്മൾ ബിൽഡ് ചെയ്ത എല്ലാ ആപ്ലിക്കേഷൻസും റീറെൻഡർ ആവും. ഓക്കെ, റീറെൻഡർ ആവുമെന്ന് വെച്ചാൽ ഇത് ചേഞ്ച് ആണല്ലോ. ഇപ്പോൾ ഒന്ന് നമുക്ക് ഫോർ എക്സാമ്പിൾ ട്രീ ആണ്, ഇവർ ഇങ്ങനെ ട്രീ ചെയ്ത് വന്നു. ഇവിടെയാണ് ലിസ്റ്റ് ഉള്ളത്, ഇവിടെയാണ് ബോഡി ഉള്ളത്. ഇപ്പോൾ ഇവിടെ ലിസ്റ്റിനെ ചേഞ്ച് ചെയ്താൽ ഈ ബോഡിനെയും ബാധിക്കും. അതായത് ബോഡിയും ഒന്നും കൂടി റിഫ്രഷ് ആവും. ഓക്കെ, ഇതിൻ്റെ ആവശ്യമില്ലല്ലോ ശരിക്കും വെച്ചാൽ. അപ്പോൾ മെമ്മറി അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യാം പിന്നീട് പറഞ്ഞുതരാം. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു ബ്രൗസറിൻ്റെ ഒരു കൺസെപ്റ്റ് തന്നെ നടക്കുന്നുണ്ട്. ബ്രൗസറിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡോമിനൊക്കെ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്, അത് നമ്മൾ പിന്നീട് പറയാം. അതായത് ഈ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ റിയാക്റ്റിൻ്റെ തുടങ്ങുമ്പോൾ വെർച്വൽ ഡോം എന്നുള്ള കൺസെപ്റ്റൊക്കെ വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ അതൊന്ന് മൈൻഡിൽ നിന്ന് കളഞ്ഞേക്ക്. ഓക്കെ, ഇപ്പോൾ ഇത്ര പറയുന്ന കാര്യം മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യുന്ന ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് മാത്രം ചെയ്യുമ്പോൾ ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് തോന്നി. അപ്പോഴാണ് jQuery എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. jQuery ഇപ്പോൾ മോസ്റ്റ് ഓഫ് പീപ്പിളിനെ അറിയാം. അതായത് ഇപ്പോൾ തുടക്കക്കാരാണെന്നെങ്കിൽ അറിയാൻ സാധ്യതയില്ല. കാരണം എന്താ വെച്ചാൽ jQuery ഇപ്പോൾ കൂടുതൽ കമ്പനീസും ആവട്ടെ, കൂടുതൽ ആൾക്കാരും എന്ത് ഉപയോഗിക്കുന്നില്ല. ഇനി പഴയ പ്രോജക്റ്റിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം തന്നെ അവരെന്ത് ചെയ്യുന്നുണ്ടാവും, അത് മാനേജ് ചെയ്ത് പോയിട്ട് ഇപ്പോൾ ഈ റിയാക്റ്റും ഇതുപോലെ മൾട്ടിപ്പിൾ ആവശ്യത്തിന് വേണ്ടി അവരെന്ത് ചെയ്യും, ഫ്രെയിം വർക്ക് ലൈബ്രറിയിൽ നിന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ jQuery എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതിൻ്റെ ഒരു കോഡ് തന്നെ കാര്യം ഭയങ്കര കോംപ്ലക്സ് ആണ്. ചിഹ്നമൊക്കെ പണ്ട് നമ്മൾ തന്നെ jQuery ഒക്കെ ഉപയോഗിക്കുന്ന ടൈമിൽ നമുക്ക് കോംപ്ലക്സ് ആക്കി തോന്നിയിട്ടുണ്ട്, ഇതെന്തിനാ ഇത്രയും. പക്ഷേ നമ്മൾ പഠിക്കുന്ന ടൈമിൽ അത് പഠിച്ചത് കൊണ്ട് ഉപകാരമായി. കാരണം എന്താ വെച്ചാൽ അത് പഠിച്ചു, അപ്പോഴാണ് റിയാക്റ്റിൻ്റെ വാല്യൂ നമുക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവുക. ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചു, അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി എളുപ്പമാണ് jQuery ഉപയോഗിക്കുമ്പോൾ. jQueryൻ്റെ കോഡൊന്ന് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അത് കുറിച്ച് പഠിക്കാനുണ്ട്. ചിഹ്നമൊക്കെ ഇട്ട് നമുക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞ ID ഒക്കെ എന്ത് ചെയ്യും, ഒക്കെ ഇട്ട് നമുക്ക് എന്ത് ചെയ്യും കാണാൻ പറ്റും. ഓക്കെ, സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ ഇതും ഒരു കോംപ്ലക്സ് ആണ്. അപ്പോൾ ഇതൊക്കെ വന്നതിന് ശേഷം പിന്നീട് വന്ന സംഭവങ്ങളാണ് ഫ്രെയിം വർക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നു. ഈ ഫ്രെയിം വർക്ക് എന്താ വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇപ്പം നേരത്തെ ഞാൻ മൊഡ്യൂൾ എന്താ, ലൈബ്രറി എന്താ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഫ്രെയിം വർക്ക് എന്നുള്ളത് ലൈബ്രറിൻ്റെ ഒരു കൂട്ടമാണ് ഈ പറഞ്ഞ ഫ്രെയിം വർക്ക്. ഓക്കെ, ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഇതിനെക്കുറിച്ച് കൂടുതലായി ഞാൻ എന്ത് ചെയ്യാം നെക്സ്റ്റ് ഓരോ വീഡിയോസിൽ പറഞ്ഞുതരാം. അതായത് ഒരു ഫ്രെയിം വർക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഈ ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ തന്നെ മൾട്ടിപ്പിൾ പാക്കേജസ് ഉണ്ടാവും, ഡിസൈൻ ഉണ്ടാവും, നമുക്ക് ഉപയോഗിക്കാം. അതായത് പുറത്തുനിന്ന് കൂടുതലായി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരില്ല, ഉപയോഗിക്കേണ്ടി ആവശ്യമില്ല. കൂടുതലായിട്ട് എന്ത് ചെയ്യും, ഈ ഫ്രെയിം വർക്കിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് ചെയ്യും, നമുക്ക് മൾട്ടിപ്പിൾ പാക്കേജസും കാര്യങ്ങളും ഇവരെ ഈ പറഞ്ഞ ഫ്രെയിം വർക്ക് തന്നെ എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ ഇതല്ലാതെ ഈ റിയാക്റ്റ് എന്നുള്ളത് ഒരു ലൈബ്രറിയാണ്. ലൈബ്രറി എന്ന് വെച്ചാൽ ജസ്റ്റ് ലൈബ്രറി എന്നുള്ളൂ. ഇനി എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ പാക്കേജ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് തന്നെ നമ്മൾ എടുക്കണം. ഇൻറ്റർണലി നമുക്ക് ഒന്നും എന്ത് ചെയ്യില്ല, ആക്സസ് ചെയ്യാൻ കൂടുതലുണ്ടാവില്ല, കുറവായിരിക്കും. കൂടുതലും നമുക്ക് പുറത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റിയാക്ട് ഉപയോഗിക്കുകയാണെങ്കിൽ റൗട്ടർ ഡോം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് റൗട്ടിങ് ചെയ്യും. ഇപ്പോൾ സ്ലാഷ് എന്നൊക്കെ വരുന്നത് അത് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ അത് മൈൻഡിൽ നിന്ന് കളയുക. ജസ്റ്റ് എന്ത് ചെയ്യുക, ഇത്ര മനസ്സിലാക്കുക. റിയാക്റ്റിൽ നിന്ന് എന്തെങ്കിലും ഉപയോഗിക്കണമെന്ന് പുറത്തുനിന്ന് ഒരു സാധനം എന്ത് ചെയ്യണം, ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണ് ലൈബ്രറി. പക്ഷേ ഫ്രെയിം വർക്ക് ആണെങ്കിൽ ഫ്രെയിം വർക്കിൽ എല്ലാം ഉണ്ടാവും, ഇൻക്ലൂഡ് ആയിരിക്കും. അപ്പോൾ അതെന്നെ എന്ത് ചെയ്യും, മാനേജ് ആയി പോയിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഫ്രെയിം വർക്ക് ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് വീണ്ടും റിയാക്ട് എന്നുള്ളത് എന്തിനാണ്? ഇവിടെ വലിയൊരു സ്റ്റോറി തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ഈ വീഡിയോയിൽ തീർക്കാൻ പറ്റും എന്നുള്ളത്. എങ്കിലും എനിക്ക് പറ്റാവുന്നിടത്തോളം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പിന്നീട് നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ എന്ത് ചെയ്യാം, പറഞ്ഞു തരാം. ഓക്കെ, ഈ ഫ്രെയിം വർക്ക്, ഇപ്പോൾ ഫ്രെയിം വർക്ക് എന്ന് ഉദ്ദേശിച്ചത് തന്നെ ആംഗുലർ എന്നുള്ളത് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ഫ്രെയിം വർക്കാണ്. ഓക്കെ, ആംഗുലർ. ഓക്കെ, ഫ്രെയിം വർക്ക് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു, ലൈബ്രറി എന്താണെന്നുള്ളത് പറഞ്ഞിരുന്നു. ആ വ്യത്യാസം മനസ്സിലാക്കുക. ഒരു പെന്നും ബുക്ക് എടുക്കുക, എന്നിട്ട് നോട്ട് ചെയ്ത് മാത്രം പഠിച്ചാൽ മതി. വെറുതെ കണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിട്ട് കാര്യമില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വെച്ചാൽ MVC ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, MVC, ഈ ആംഗുലർ എന്നുള്ളത് MVC ആർക്കിടെക്ചർ എന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. MVC ആർക്കിടെക്ചർ വെച്ചാൽ മോഡൽ, വ്യൂ, കൺട്രോൾ എന്നുള്ള 3 കൺസെപ്റ്റാണ്. ഇതിൻ്റെ ഫുൾ ഫോമാണ് ഈ പറഞ്ഞത്. MVCൻ്റെ ഫുൾ ഫോമാണ് മോഡൽ, വ്യൂ, കൺട്രോൾ. ഇങ്ങനെ 3 കൺസെപ്റ്റ് വെച്ചിട്ടാണ് ആംഗുലർ ഉണ്ടാക്കിയിട്ടുള്ളത്.
ഓക്കെ, ഈ MVC ആർക്കിടെക്ചർ എന്താണെന്നുള്ളത് നെക്സ്റ്റ് വീഡിയോസിൽ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് മോഡൽ, വ്യൂ, കൺട്രോൾ എന്ന് മനസ്സിലാക്കാം. മോഡൽ എന്നുള്ളത് നമുക്ക് എൻറ്റയർ ആപ്ലിക്കേഷൻ്റെ ഒരു കണക്ഷനും കാര്യങ്ങളൊക്കെ കൂടിയ ഒരു സംഭവമാണ് മോഡൽ എന്നുള്ളത്. വ്യൂ എന്നുള്ളത് ഫ്രണ്ട് എൻഡ് മാത്രം, നമ്മൾ കാണുന്ന സ്റ്റൈലിങ്ങും വ്യൂസ് അത് തന്നെ പേരിൽ തന്നെ കാണും. പിന്നുള്ളതാണ് കൺട്രോളർ. ഓക്കെ, കൺട്രോളർ എന്നാണ് ഈ പറഞ്ഞ ബാക്ക് എൻഡ് മിഡിൽ വരുന്നുള്ള കൺസെപ്റ്റൊക്കെ വരുന്ന കൺട്രോളറിലാണ്. അപ്പോൾ ബാക്ക് എൻഡ് നമ്മൾ പറയാത്തതുകൊണ്ട് കൺട്രോളർ ഞാൻ തൊടുന്നില്ല. ഓക്കെ, MVC എന്നുള്ള കൺസെപ്റ്റ് മാത്രം ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഈ കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ പറഞ്ഞ ആംഗുലർ കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫ്രെയിം വർക്ക്സ്. അപ്പോൾ ഇവിടെ ഒരു കോംപ്ലക്സ് എന്താ വെച്ചാൽ, അപ്പോൾ ഒന്നും കൂടി ഉപകാരം റിയാക്റ്റിനേക്കാളും നോക്കുകയാണെങ്കിൽ ഫ്രെയിം വർക്ക് ആണല്ലോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ തെറ്റി. കാരണം എന്താ വെച്ചാൽ ആംഗുലർ ഒരു ഫ്രെയിം വർക്ക് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ 3 കൺസെപ്റ്റും നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. നോക്കണം, മോഡലും നോക്കണം, വ്യൂവും നോക്കണം, കൺട്രോളും നോക്കണം. ഇവിടെ കോഡ് എഴുതാൻ എളുപ്പമായിരിക്കും, പക്ഷേ ഇവിടെ കൺട്രോൾ ചെയ്യുന്നത് ഭയങ്കര കോംപ്ലക്സ് ആണ്. ഒരു ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് 3ഉം കൺട്രോൾ ചെയ്യണം, ഇല്ലെങ്കിൽ എററായിരിക്കും, ബഗ്ഗായിരിക്കും, അത് ഫിക്സ് ചെയ്യണം. അപ്പോൾ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു കൺസെപ്റ്റ് വന്നപ്പോഴാണ് ജോർദൻ വാൾക്കർ എന്നുള്ള ഫേസ്ബുക്കിൻ്റെ ഡെവലപ്പറായ, അതായത് റിയാക്റ്റിൻ്റെ ക്രിയേറ്ററായ ജോർദൻ വാൾക്കർ എന്നുള്ള ആൾ ചിന്തിച്ചു, ഇതിൽ നിന്നൊന്ന് മാറ്റി പിടിച്ച് നമുക്ക് ഈ എമ്മും ഈ സിയും ഒഴിവാക്കിയിട്ട്. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു വ്യൂ ആണല്ലോ, ഒരു യൂസർ ഇൻ്റർഫേസ് ഉണ്ടാക്കാനാണല്ലോ ഈ പറഞ്ഞ റിയാക്റ്റ്. ഓക്കെ, റിയാക്റ്റ് എന്താണെങ്കിലും ഒന്ന് മനസ്സിലാക്കുക. യൂസർ ഇൻ്റർഫേസ് ബിൽഡ് ചെയ്യുന്ന ഒരു ലൈബ്രറിയാണ്. പിന്നെ ഓപ്പൺ സോഴ്സാണ്. ഓപ്പൺ സോഴ്സ് ആയത് ഞാൻ പറഞ്ഞത് എപ്പോഴാണ് ഓപ്പൺ സോഴ്സ് ആയത്, ഫേസ്ബുക്ക് ഇവരൊക്കെ ഇഷ്ടപ്പെട്ടു, പിന്നീടാണ് എന്ത് ചെയ്തത് ഓപ്പൺ സോഴ്സായി മാറിയത്. അത് മനസ്സിലാക്കുക. പിന്നെ അപ്പോൾ നമ്മൾ എന്തിനാണ് എമ്മും സിയും ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്, ഒന്ന് വീല് മാത്രം ഫോക്കസ് ചെയ്താൽ മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഒന്നും കൂടി കോംപ്ലക്സിറ്റി ചെയ്ത് കുറക്കാമല്ലോ, കോംപ്ലക്സ് ഒന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് ബിൽഡ് ചെയ്ത ഒരു ലൈബ്രറിയാണ് റിയാക്റ്റ് എന്നുള്ളത്. അപ്പോൾ അതിൽ മോഡലില്ല, കൺട്രോളർ ഒന്നുമില്ല, മാത്രം. എന്ന് വെച്ചാൽ നമുക്ക് ഓൺലി വ്യൂ മാത്രം മതി. ഇനി എങ്ങാനും ഒരു മോഡൽ അപ്ഡേറ്റ് വരുത്തുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നേരത്തെ ഞാൻ പറഞ്ഞു ലിസ്റ്റ് ഇല്ലെങ്കിൽ ഒരു ടേബിളിൽ ഒരു ഡാറ്റ നമുക്ക് മാറ്റണം, അപ്പോൾ അവിടെ മാത്രം ചേഞ്ച് ചെയ്യുള്ളൂ. ഓക്കെ, ഇവിടെ കൺസെപ്റ്റ് ഉണ്ട്, എന്തുകൊണ്ട് മറ്റുള്ളതിൽ അങ്ങനെ ആവുന്നില്ല എന്നുള്ള കൺസെപ്റ്റൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഡീപ്പായിട്ട് നെക്സ്റ്റ് ഓരോ വീഡിയോസിൽ ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഇത് നിങ്ങൾക്ക് കോംപ്ലക്സ് ആയി ഇത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ടെലിഗ്രാമിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞിരുന്നു, അതെന്ത് ചെയ്യുക, മെസ്സേജ് അയച്ച് ചോദിക്കുക, വോയിസ് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കമൻറ്റ് വഴി എന്ത് ചെയ്യുക, അറിയിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും വെച്ചാൽ ഓരോ വീഡിയോസ് എന്ത് ചെയ്യും, ഒരു ചൈന പോലെ ആയിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ചൈന പോലെ ആയിരിക്കും. ഈ വീഡിയോ കണ്ടാൽ മാത്രമേ അടുത്ത വീഡിയോ മനസ്സിലാവുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ നോക്കുക. അതുപോലെ നിങ്ങൾ താല്പര്യമുള്ള, അതായത് ഫ്രണ്ട് എൻഡ് പഠിക്കണം, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് പഠിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടാവും, അവരിലേക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എന്താ വെച്ചാൽ അവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഇറക്കുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നീട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ആ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തീരുമാനിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ബൂട്ട് ക്യാമ്പ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ബൂട്ട് ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നതൊന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഡെവലപ്പർ ആവാൻ തീരുമാനിച്ചിട്ട് നിൽക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഡെവലപ്പർ ആവണം എന്നുള്ള ആഗ്രഹിച്ച് നിൽക്കുന്ന, ഇല്ലെങ്കിൽ ഒന്നും അറിയില്ല, ഡെവലപ്മെൻറ്റ് പഠിക്കണം ആഗ്രഹമുള്ള കുറച്ച് സ്റ്റുഡൻസിനെ എന്ത് ചെയ്യും, തിരഞ്ഞെടുത്തിട്ട് ഒരു ബൂട്ട് ക്യാമ്പ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. ഓക്കെ, അതിലിപ്പോൾ വരുന്നത് എന്താ വെച്ചാൽ ഓൺലി ഫ്രണ്ട് എൻഡ് മാത്രം, ഫ്രണ്ട് എൻഡ് റിയാക്ട് JS, അതിൽ ജാവാസ്ക്രിപ്റ്റ്, HTML, അതുപോലെ തന്നെ റിയാക്ട് JS വെച്ച് ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പറാക്കി മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശം. അത് സ്കിൽഫുള്ളായിട്ടുണ്ടാവും, വിത്ത് മെൻറ്റർഷിപ്പ് ആയിരിക്കും, ഞാനും മെൻറ്റർ ചെയ്യും. അതുപോലെ തന്നെ ഡെവലപ്പേഴ്സ് ഉണ്ടാവും, നമ്മളെ കൂടെ തന്നെ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉള്ള ഡെവലപ്പേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുക, അവരെ മെൻറ്റർ ചെയ്യുന്നതും ഞാനും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ എന്താ വെച്ചാൽ ജസ്റ്റ് ഒരു ടെക്നോളജി മാത്രം പഠിച്ചു പോകാൻ, റിയാക്ട് അല്ലെങ്കിൽ HTML CSS മാത്രം പഠിച്ചു പോകാമെന്ന് മാത്രമല്ല, ഇതിൻ്റെ കൂടെ തന്നെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, ഒരു IT ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ അതിൽ വരുന്ന കുറേ കൺസെപ്റ്റ്, ഗിറ്റ് ആവട്ടെ, ടൈപ്പിംഗ് ആവട്ടെ, പിന്നെ അതല്ലാത്ത കുറച്ച് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ടെക്നോളജീസിന്, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ പ്രോപ്പറാക്കി ഒരു സ്കിൽഫുൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്പറാക്കി മാറ്റാൻ തീരുമാനിച്ച ഒരു ബൂട്ട് ക്യാമ്പാണ്. അപ്പോൾ അതിന് ആർക്കെങ്കിലും താല്പര്യമുണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോം ഉണ്ടാവും, അത് ഫോം എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക, മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ അവർ ഗൈഡ് ചെയ്യും, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഗൈഡ് ചെയ്യും. ഓക്കെ, ആരാണോ താല്പര്യപ്പെടുന്നത്, ഇത് എന്താ വെച്ചാൽ പല ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചപ്പോൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഓക്കെ, വേറെ ഒരു ഉദ്ദേശം നമുക്കില്ല.
അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മെസ്സേജ് അയക്കുക, അല്ലാന്നെങ്കിൽ ഫോം ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അറിയിക്കുക ആർക്കൊക്കെയാണ് താല്പര്യമുള്ളത്, എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ അറിഞ്ഞ് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നോക്കിയാൽ മതി. അതിനുവേണ്ടി എന്ത് ചെയ്യുക, ഫോം ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നെക്സ്റ്റ് ടോപ്പിക്കുമായി കാണാം. കീപ്പ് വാച്ചിങ്.